ആർമിയിലുള്ള ഹീറോ അവന്റെ കാമുകയെ വീട്ടിൽ നിർത്തിയിട്ട് ഒരു മിഷനിലേക്ക് പോകും. അപ്പോഴാണ് അവന്റെ അച്ഛനുമായിട്ട് അവന്റെ കാമുക റിലേഷനിലാകുന്നത്. അതായത് അമ്മയച്ഛൻ മരുമകളുമായിട്ട് റിലേഷനിലാകുന്നത്. പിന്നീട് എന്തൊക്കെയാ നടന്നതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പൊ പറഞ്ഞു വന്നത് 2023 ഇറങ്ങിയ ടു ഹോങ് എന്ന മൂവിയെ പറ്റിയാണ്. മൂവി തുടങ്ങുമ്പോൾ നമ്മളെ കാണിക്കുന്നത് ഒരു പട്ടാള ക്യാമ്പാണ്. അവിടെ നമ്മുടെ ഹീറോ ആയിട്ടുള്ള മൈക്കിള് പട്ടാളത്തിന്റെ ട്രെയിനിങ് ചെയ്യുന്നതായിട്ട് നമ്മളെ കാണിക്കും. അതിനുശേഷം മൈക്കിൾ റൂമിലേക്ക് വന്നിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതായിട്ട് കാണിക്കും. അപ്പോഴാണ് അവന്റെ ഫ്രണ്ട് അടുത്തേക്ക് വന്നിട്ട് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നത്. മൈക്കിള് പറയും അവൻ ഇന്ന് അവന്റെ ഗേൾഫ്രണ്ടിനെ പ്രപ്പോസ് ചെയ്യണമെന്ന്. പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അവൾ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ള പേടിയൊക്കെ ആയിരുന്നു മൈക്കിളിന്. പക്ഷെ അവന്റെ ഫ്രണ്ട് ആണെങ്കിൽ അവന് കുറച്ച് മോട്ടിവേഷൻ ഒക്കെ കൊടുക്കും, അവൾക്ക് നിന്നെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ മൈക്കിള് ഇതെല്ലാം കഴിഞ്ഞ് ഗേൾഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോകും. അവിടെ അവൾ മൈക്കിളിന് വേണ്ടി ഫുഡെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മൈക്കിളാണെങ്കിൽ അവളെ ഒന്ന് പ്രപ്പോസ് ചെയ്യും. അവൾ പറയും നന്നായിട്ട് ചെയ്താൽ അക്സെപ്റ്റ് ചെയ്യാമെന്ന്. മൈക്കിളിന് ഗേൾഫ്രണ്ടിന്റെ പേര് ആബി എന്നാണ്. അങ്ങനെ അവൻ നന്നായിട്ട് പ്രപ്പോസ് ചെയ്യുമ്പോൾ അവൾ അത് അക്സെപ്റ്റും ചെയ്യും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് രണ്ടുപേരും തമ്മിൽ കാര്യങ്ങൾ നടത്താനായിട്ട് തുടങ്ങും. അങ്ങനെ പിറ്റേ ദിവസം മൈക്കിളിന് ഒരു കോള് വരും. മറ്റൊന്നുമല്ല, മൈക്കിളിന്റെ അച്ഛന് ഹാർട്ട് അറ്റാക്ക് വന്ന ആശുപത്രിയിലാണ്. പക്ഷെ അവിടേക്ക് പോകില്ലെന്നാണ് മൈക്കിള് പറയുന്നത്. കാരണം എന്തെന്നാൽ മൈക്കിളും അച്ഛനുമായിട്ട് അത്ര നല്ല ബന്ധത്തിലല്ല. അവർ കണ്ടുമുട്ടിയിട്ടും കുറെ കാലമായി. അപ്പോഴാണ് ആബി അടുത്തേക്ക് വന്നിട്ട് പറയുന്നത് നീ എന്താണെങ്കിലും കാണാൻ പോകണമെന്ന്. അങ്ങനെ ആബി പറയുന്നത് കേട്ട് രണ്ടുപേരും കൂടി അവന്റെ അച്ഛനെ കാണാനായിട്ട് പോകും. അച്ഛന്റെ പേര് റോഡോൺ എന്നാണ്. അങ്ങനെ ഇവർ ചെന്ന് കഴിഞ്ഞ് കുറെ കഴിയുമ്പോഴാണ് റോഡോൺ കണ്ണു തുറക്കുന്നത്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് 3 പേരും കൂടി മൈക്കിളിന്റെ വീട്ടിലേക്ക് പോകും. വീടിനകത്ത് ചെല്ലുമ്പോൾ ആബി ഒന്ന് അത്ഭുതപ്പെടും. കാരണം മൈക്കിളിന്റെ വീട് നല്ല വലിയൊരു വീടായിരുന്നു. വീട്ടിലെത്തിയ ശേഷം ആബി പച്ചക്കറിയും വാങ്ങി വരും. ഇതെടുക്കാനായി റോഡോൺ പോകുമ്പോഴോ അവന്റെ കൈ തട്ടി മൈക്കിളിന്റെ ഫോൺ താഴെ പോകും. മൈക്കിളാണെങ്കിൽ നല്ല പോലെ റോഡോണിനോട് ദേഷ്യപ്പെടും. ഇതാണെങ്കിൽ ആബി കാണുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ ആബി റൂമിലേക്ക് പോയി നീ അങ്ങനെ അച്ഛനോട് ദേഷ്യപ്പെടാൻ പാടില്ലെന്നൊക്കെ പറയും. അപ്പോഴാണ് മൈക്കിൾ പറയുന്നത് അവന്റെ ചെറുപ്പത്തിൽ അമ്മ മരണപ്പെട്ടെന്നും അച്ഛനാണെങ്കിൽ ഫുൾ ടൈം വർക്കായിരുന്നുവെന്നും ഇവനെ നോക്കിയിട്ടില്ല എന്നൊക്കെ. പക്ഷെ ആബി പറയും അതെല്ലാം മറക്കാമെന്നും പുതിയൊരു ലൈഫ് തുടങ്ങാമെന്നും നീ അച്ഛനോട് പോയി മാപ്പ് ചോദിക്കണമെന്നും. അങ്ങനെ ഇത് കേട്ട മൈക്കിള് റോഡോണിനോട് പോയി മാപ്പ് ചോദിക്കുന്നുണ്ട്. അവൻ നല്ലപോലെ ഇമോഷണൽ ആകുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം മൈക്കിൾ ക്യാമ്പിലുള്ള അവിടേക്ക് കമാൻഡർ എത്തും. ടെററിസ്റ്റുകൾ ബോർഡർ കടന്നെന്നും അതുകൊണ്ട് ഇതൊരു വലിയ മിഷനാണെന്നും ഒക്കെ കമാൻഡർ പറയും. ഇനി നിങ്ങളുടെ ഫാമിലിയെ കാണാൻ പറ്റുമെന്ന് ഡൗട്ടാണെന്നും അതുകൊണ്ട് ഫാമിലിയുമായി ടൈം ചിലവഴിച്ചോളാനും കമാൻഡർ പറയും. അങ്ങനെ ഇതെല്ലാം കേട്ട മൈക്കിൾ വീട്ടിലേക്ക് പോയി ആബിയോട് ഈ വീട്ടിൽ നിൽക്കണമെന്നും മൈക്കിളിന്റെ അച്ഛനെ നന്നായിട്ട് നോക്കണമെന്നും ഒക്കെ ആബിയോട് പറയും. അങ്ങനെ ഇവിടെ മിഷന്റെ പ്ലാനൊക്കെ നടക്കും. മൈക്കിൾ അത് കഴിഞ്ഞ് റൂമിലേക്ക് എത്തുമ്പോൾ അവന്റെ ഫ്രണ്ട് വിഷമത്തോടെ ഇരിക്കും. കാരണം എന്തെന്നാൽ ഫ്രണ്ടും അവന്റെ ഫാമിലിയുടെ ഫോട്ടോ ഒക്കെ നോക്കിയിരിക്കുകയാണ്. അവനും വീട്ടിലെത്താൻ പറ്റുമോ എന്നുള്ള പേടിയൊക്കെ ഉണ്ട്. മൈക്കിളാണെങ്കിൽ ഒന്നും പേടിക്കണ്ട എന്ന് പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കുന്നുമുണ്ട്. അങ്ങനെ മൈക്കിൾ വീട്ടിലേക്ക് എത്തിയ ശേഷം മിഷന്റെ കാര്യം ഓർത്ത് പേടിയാണെന്നൊക്കെ പറയും. ഇത് കേട്ട ആബി അവളുടെ കയ്യിലുള്ള റിങ് അവന് കൊടുത്തിട്ട് മിഷൻ കഴിയുമ്പോൾ ഈ റിങ്ങുമായി വരണമെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ മൈക്കിളും ഹാപ്പിയാകും. അങ്ങനെ കുറച്ചുനാൾ കഴിയുമ്പോൾ ആബി അവളുടെ ഫ്രണ്ടായിട്ടുള്ള റൂബിയുമായിട്ടിരിക്കും. നല്ല വിഷമത്തിലാണ് ആബി ഉള്ളത്. കാരണം മൈക്കിൾ പോയിട്ട് കുറെ നാളായി. മൈക്കിളിനെ വിളിക്കുമ്പോഴും അവൻ ഫോൺ എടുക്കുന്നില്ലായിരുന്നു. അപ്പോഴാണ് ഡേവിഡ് എന്നൊരാൾ അങ്ങോട്ടേക്ക് എത്തുന്നത്. ഡേവിഡിന് ചെറുതായിട്ട് ആബിയോടൊരു ഇഷ്ടമുണ്ട്. അതായത് ആബിയെ വളയ്ക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ ആബിയാണെങ്കിൽ മൈക്കിളിന് ഇഷ്ടമായതുകൊണ്ട് ഡേവിഡിനെ മൈൻഡ് ചെയ്യില്ല. അങ്ങനെ ഒരിക്കൽ റോഡോൺ അവന്റെ ബിസിനസ് പാർട്ണർ ആയിട്ടുള്ള റീത്തയുമായിട്ട് വീട്ടിലേക്ക് എത്തും. ആബിയുമായിട്ട് റീത്ത ഇൻട്രൊഡ്യൂസ് ചെയ്യും. അവർ ഒരു പേപ്പറിന് വേണ്ടിയാണ് വീട്ടിലേക്ക് വന്നത്. പക്ഷെ അവർ മുകളിലേക്ക് കയറിപ്പോയിട്ടോ പേപ്പറൊന്നും എടുക്കാതെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ പിറ്റേ ദിവസവും റീത്ത ആ വീട്ടിലേക്ക് എത്തും. അപ്പോഴാണ് മൈക്കിളും ആബിയും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ തമ്മിൽ എന്തൊക്കെയോ റിലേഷൻ ഉണ്ടെന്ന് റീത്തയുടെ മൈൻഡിലും തോന്നും. അങ്ങനെ പിന്നീട് ഡേവിഡ് ആബിയുടെ അടുത്തേക്ക് എത്തും അവളുമായി മിണ്ടാൻ. പക്ഷെ അപ്പോഴാണ് ആബി പറയുന്നത് അവൾ മൈക്കിളുമായിട്ട് കല്യാണം കഴിക്കാൻ പോവുകയാണെന്ന്. ഇത് കേൾക്കുമ്പോൾ ഡേവിഡും അവിടുന്ന് പോകും. അങ്ങനെ പിന്നീട് റീത്ത റോഡോണിന്റെ അടുത്തേക്ക് വരും. ആബിയുമായിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് ചോദിക്കും. കാരണം ആബിയും റോഡോണും തമ്മിൽ എന്തൊക്കെ ഉണ്ടെന്നാണ് റീത്ത ഓർത്തിരിക്കുന്നത്. ഇത് കേട്ട റോഡോണും ഷോക്കായി പോകും. അങ്ങനെയൊന്നും ഇല്ലെന്നും അവൾ എന്റെ മകന്റെ വൈഫാകാൻ പോകുന്ന കുട്ടിയാണെന്നും പറയും. അങ്ങനെ ഇവിടെ ആർമിയിൽ മൈക്കിളൊക്കെ യുദ്ധം തുടങ്ങും. അവിടെ വലിയൊരു അറ്റാക്ക് ഉണ്ടായി മിക്ക ആളുകളും മരണപ്പെടും. ആ കൂടെ മൈക്കിൾ മരണപ്പെട്ടു പോകും. അങ്ങനെ ഇതറിഞ്ഞ റോഡോണും ആബിയും എല്ലാവരും വിഷമത്തിലാകും. കുറച്ചു ദിവസം കഴിയുമ്പോൾ ആബി ആ വീട്ടിൽ നിന്ന് പോകാനായിട്ടും തുടങ്ങും. ഇത് കണ്ട റോഡോൺ ആബി ഇമോഷണലി നല്ല ഡൗൺ ആണെന്നും അതുകൊണ്ട് ഇവിടെ നിന്ന് ഇപ്പോൾ പോകാതെ കുറച്ച് നാളുകൂടി കഴിഞ്ഞ് പോയാൽ മതിയെന്ന് പറയും. അങ്ങനെ ആബി ഇത് കേൾക്കുകയും ചെയ്യും. അവൾ കുറച്ച് നാൾ കഴിയുമ്പോൾ നല്ലപോലെ മദ്യം കഴിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ ഇരിക്കൽ അവൾ കുടിച്ച് ബോധം പോകുമ്പോഴാണ് റോഡോൺ അവളെയും എടുത്തുകൊണ്ട് റൂമിലേക്ക് കൊണ്ടുപോകുന്നത്.
റൂമിൽ കിടക്കുന്ന ടൈമിൽ റോഡോണിനെ കാണുമ്പോൾ മൈക്കിളായിട്ടാണ് ആബിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ആബി റോഡോണിനെ കിസ് ചെയ്യും. പക്ഷെ പെട്ടെന്നാണ് ഇതെല്ലാം തെറ്റാണെന്ന് റോഡോണിന് തോന്നുന്നത്. അങ്ങനെ പിറ്റേ ദിവസം അവർ ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ പറയും. അപ്പോഴാണ് ആബി ക്ഷമ ചോദിക്കുന്നത്. ഇത് കേട്ട റോഡോൺ അതൊന്നും വിഷയമില്ലെന്നും നീ മദ്യപിച്ചതുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്നും പറയും. അങ്ങനെ ഇതുപോലെ കുറച്ച് ദിവസങ്ങൾ കടന്നു പോകും. ഇപ്പോൾ ആബി നല്ല ഹാപ്പി ആയിട്ടാണുള്ളത്. അപ്പോഴാണ് റോഡോൺ അവളെ മൈക്കിളിന്റെ പഴയ ആൽബം എടുത്ത് കാണിക്കുന്നത്. ഇത് കുറെ കണ്ടു കഴിയുമ്പോൾ ആബി നല്ല വിഷമത്തിലാകും. ഇവളെ റോഡോൺ സമാധാനിപ്പിക്കുന്നുമുണ്ട്. അപ്പോഴിവർക്ക് എന്തൊക്കെയോ പോലെ തോന്നി അവർ തമ്മിൽ കിസ് അടിക്കും. പിന്നീട് പറയണ്ടല്ലോ, അന്ന് അവർ റൂമിലേക്ക് പോയി കാര്യങ്ങളൊക്കെ നടത്തും. അന്നത്തെ രാത്രി മുഴുവൻ അവർ തമ്മിൽ ചിലവഴിക്കും. അങ്ങനെ പിറ്റേ ദിവസമാണ് ആബിക്ക് ഇത് കോള് വരുന്നത്. അത് മറ്റൊന്നുമല്ലായിരുന്നു, മൈക്കിൾ മരണപ്പെട്ടിട്ടില്ല, ജീവനോടെ ഉണ്ടെന്നുള്ള വാർത്തയായിരുന്നു. ഇത് കേൾക്കുമ്പോൾ ആബിയും റോഡോണും ഹാപ്പിയാകും. പക്ഷെ ഇന്നലെ നടന്നതോർത്ത് അവരുടെ ഉള്ളിൽ എന്തൊക്കെയോ പോലെയുമുണ്ട്. അങ്ങനെ ഇവർ മൈക്കിളിനെ കാണാൻ ആശുപത്രിയിലേക്ക് പോകും. അവിടെ എത്തുമ്പോഴാണ് അറിയുന്നത് ടെററിസ്റ്റ് മൈക്കിളിനെ പിടിച്ചുകൊണ്ടുപോയി ടോർച്ചർ ചെയ്തു എന്നുള്ളത്. പിന്നീട് ഇവർ മൈക്കിളിനെയും കൂട്ടി വീട്ടിലേക്ക് എത്തും. ഇപ്പോഴും മൈക്കിളിന്റെ ഉള്ളിൽ ആ ടോർച്ചറിന്റെ ട്രോമയൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ കാര്യത്തിൽ മൈക്കിളിന് ദേഷ്യം വന്ന് മൈൻഡ് കട്ടാകും. അങ്ങനെ പിറ്റേ ദിവസം ആബി അവളുടെ ഫ്രണ്ടായിട്ടുള്ള റൂബിയോട് ആബിക്ക് വേറൊരു അഫെയർ ഉണ്ടെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ റൂബി ഓർക്കുന്നത് അത് ഡേവിഡ് ആണെന്നാണ്. അപ്പോഴാണ് ആബി പറയുന്നത് അത് മൈക്കിളിന്റെ അച്ഛനാണെന്ന്. ഇത് കേൾക്കുമ്പോൾ റൂബി ഷോക്കായി പോകും. അറിയാതെ പറ്റിയതാണെന്നും എന്ത് ചെയ്യണമെന്ന് അറിയില്ലെന്നും ഒക്കെ ആബി പറയും. ഇത് കേൾക്കുമ്പോൾ റൂബി അവളോട് ദേഷ്യപ്പെടും. ഇത് തെറ്റാണെന്നും ഇനി അങ്ങനെ ചെയ്യില്ലെന്നും പറയും. അങ്ങനെ പിന്നീട് മൈക്കിൾ അവന്റെ കയ്യിൽ കിടന്ന റിങ് ആബിയുടെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കും. അവളെ വീണ്ടും പ്രപ്പോസ് ചെയ്യും. അതിനുശേഷം അവർ തമ്മിൽ കാര്യങ്ങൾ നടത്തും. അപ്പോഴാണ് മൈക്കിളിന് പെട്ടെന്ന് ദേഷ്യം പോലെ ഉണ്ടാകുന്നത്. അവൻ ആ ട്രോമ വീണ്ടും ഉണ്ടാകും. പക്ഷെ പെട്ടെന്ന് തന്നെ മൈക്കിൾ ഓക്കെ ആയ ശേഷം ആബിയോട് ക്ഷമയും ചോദിക്കും. അങ്ങനെ പിറ്റേ ദിവസവും മൈക്കിളിന്റെ അടുത്തേക്ക് ആബി എത്തും. പെട്ടെന്ന് മൈക്കിൾ ഞെട്ടി എഴുന്നേറ്റ് അവിടുന്ന് മൈൻഡ് കട്ടായി പോകും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് റോഡോൺ അവന്റെയും ആബിയുടെയും ഫോട്ടോ ഫോണിൽ നോക്കുന്നത്. അപ്പോൾ തന്നെ റീത്തയും അവിടേക്ക് എത്തും. ഇത് കണ്ട റീത്തയ്ക്ക് പിടികിട്ടും ഇവർ തമ്മിൽ അഫെയർ ഉണ്ടെന്നുള്ളത്. അതുകൊണ്ട് തന്നെ റീത്ത അവിടുന്ന് മൈക്കിളിന്റെ അടുത്തേക്ക് പോകും. ആബിക്കും മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന് മൈക്കിളിനോട് റീത്ത പറയും. ഇത് കേൾക്കുമ്പോൾ മൈക്കിളിന് നല്ല ദേഷ്യം തോന്നും. പിന്നീട് റോഡോൺ മൈക്കിളിന്റെ അടുത്തേക്ക് വന്ന് പറയും ആബി നല്ല ലോയൽ ആയിട്ടുള്ള പെണ്ണാണെന്നും നീ ഇവിടുന്ന് പോയ ശേഷം അവൾ മറ്റൊരാളുമായി റിലേഷനിലായിട്ടില്ലെന്നും. ഇത് കേൾക്കുമ്പോൾ മൈക്കിൾ കുറച്ച് ഓക്കെ ആകും. അങ്ങനെയൊക്കെ ആണെങ്കിലും അവൻ ആബിയോട് ഡൗട്ട് ഉള്ളത് കൊണ്ട് അവളെ അവൻ ഫോളോ ചെയ്യും. അപ്പോഴാണ് അവൻ ഡേവിഡിനെ കാണുന്നത്. ഇത് കണ്ട അവൻ ഡേവിഡിന്റെ അടുത്തേക്ക് വന്ന് അവന്റെ നേരെ തോക്ക് ചൂണ്ടും. പക്ഷെ എങ്ങനെയൊക്കെയോ ആബി മൈക്കിളിനെ ഓക്കെ ആക്കി അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരും. വീട്ടിലെത്തിയ ശേഷം ആബിക്ക് മറ്റൊരു അഫെയർ ഉണ്ടെന്നൊക്കെ മൈക്കിൾ റോഡോണിനോട് പറയും. ഇതും പറഞ്ഞ് ദേഷ്യത്തോടെ മൈക്കിൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകും. മൈക്കിൾ അവിടുന്ന് ബാറിലേക്ക് പോകും. മൈക്കിളിന്റെ അടുത്ത് മറ്റൊരു പെണ്ണെത്തും. അവളുമായി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി. മൈക്കിളാണെങ്കിൽ അവളുമായി റൂമിലേക്ക് പോകും. പക്ഷെ പെട്ടെന്ന് മൈക്കിളിന്റെ ഉള്ളിൽ എന്തൊക്കെയോ പോലെ തോന്നി അവനത് വേണ്ടെന്ന് വെക്കും. അങ്ങനെ ഇവിടെയാണെങ്കിൽ റോഡോണും ആബിയും തമ്മിൽ കാര്യങ്ങളൊക്കെ പറയും. അവർ തമ്മിൽ വീണ്ടും ക്ലോസ് ആകും. അപ്പോഴാണ് മൈക്കിൾ അവിടേക്ക് എത്തുന്നത്. പക്ഷെ മൈക്കിൾ കാണുന്നത് ഇവർ തമ്മിൽ വെറുതെ ഇരിക്കുന്നതാണ്. അങ്ങനെ ജസ്റ്റ് മിസ്സിന് അവർ രക്ഷപ്പെടും. അങ്ങനെ രാത്രിയാകുമ്പോൾ അവർ ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് മൈക്കിൾ അവനുണ്ടായ ടോർച്ചറിന്റെ കഥകളൊക്കെ പറയുന്നത്. അങ്ങനെ ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ മൈക്കിൾ ഗണ്ണെടുത്ത് ആബിയെ ഗൺ പോയിന്റ് നിർത്തും. കാരണം അവർ തമ്മിലുള്ള അഫെയർ മൈക്കിൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ വിഷമത്തോടെ ആബി മൈക്കിളിനോട് ക്ഷമ ചോദിക്കും. മൈക്കിളിന് ദേഷ്യം കൂടി ഗണ്ണെടുത്ത് അവന്റെ തലയിൽ തന്നെ വെക്കും. പിന്നീട് നമ്മളെ കാണിക്കുന്നത് കുറെ നാൾ കഴിഞ്ഞുള്ളതാണ്. ഇപ്പോൾ ആബിയും മൈക്കിൾ റോഡോണും 3 സ്ഥലങ്ങളിലാണ് താമസിക്കുന്നത്. റോഡോൺ മൈക്കിളിനെ കാണാൻ വേണ്ടി അവന്റെ വീട്ടിലേക്ക് എത്തും. റോഡോണിന്റെ ബോഡി കണ്ടീഷൻ നല്ല മോശമാണെന്നും അതോടൊപ്പം ആബി തന്നൊരു ലെറ്റർ മൈക്കിളിന്റെ കയ്യിലേക്ക് കൊടുക്കുകയും ചെയ്യും. അത് ആബി മൈക്കിളിനോട് ക്ഷമ ചോദിച്ചുള്ള ലെറ്റർ ആയിരുന്നു. അതുമാത്രമല്ല അവൾ ഈ ടൗൺ വിട്ടു പോവുകയുമാണ്. അങ്ങനെ ഒടുവിൽ റോഡോണിന്റെ കണ്ടീഷൻ നല്ല മോശമായി അവൻ മരണപ്പെടാൻ പോവുകയാണ്. അവിടേക്ക് മൈക്കിളും എത്തും. മരണപ്പെടാൻ പോകുന്നത് കൊണ്ട് തന്നെ മൈക്കിൾ അവനോട് ക്ഷമ ചോദിച്ച് അവർ തമ്മിൽ ഹഗ് ചെയ്യും. അങ്ങനെ ഇവിടം കൊണ്ട് ഈ മൂവിയും തീരും.